എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന മണിയറയിലേക്ക് കാത്തിരുന്ന പ്രകാശൻ അങ്ങനെ ജയിലഴിക്കുള്ളിൽ കിടക്കുവാണ്. പ്രകാശന്റെ ജീവിതം അതിനകത്ത് കിടന്ന് മുരടിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, പ്രകാശൻ പോലീസ് സ്റ്റേഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പോരാത്തനെ ലക്ഷ്മീനെയും കൂടെ കണ്ടു. വല്ലാത്തൊരവസ്ഥ. ഇറങ്ങി ഓടാൻ പോലും പറ്റത്തില്ല. ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നേന്നുള്ള ചിന്തയായിരുന്നു. പിന്നീട് ലക്ഷ്മി പ്രകാശിനെ എടുത്തിട്ട് കുടയുന്നുണ്ട്. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? എന്നെ കല്യാണം കഴിച്ചിട്ട് എനിക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് അവിടുന്ന് കടന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് രക്ഷപ്പെടാന്നൊക്കെ ഓർത്ത് നീ ഇരുന്നല്ലേ? വെറുതെ ആടാ പ്രകാശ. അങ്ങനെ നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. നീ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും നിന്നെ കണ്ടുപിടിക്കുന്ന ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേന്ന് ചോദിക്കാം. ഇവിടെ പ്രകാശം പറഞ്ഞു, എന്റെ സാറേ, ഇതേ ഈ സ്ത്രീ വെറുതെ ഓരോന്ന് പറയണം കേട്ടോ. ഇവരുമായിട്ടുള്ള ബന്ധമൊക്കെ ഞാൻ പണ്ടേ ഉപേക്ഷിച്ചാന്ന് പറയണം. എന്താണെന്ന് പറഞ്ഞ് പണ്ടേ ഉപേക്ഷിച്ചെന്നോ? ആരുമായിട്ടുള്ള ബന്ധം? ഇപ്പോഴും നിയമപരമായിട്ട് അതെ നിന്റെ ഭാര്യയാടാ ഞാനെന്ന് പറയണം. എന്നിട്ട് നീ രണ്ടും മൂന്നും കല്യാണം കഴിച്ച് വീണ്ടും കല്യാണം കഴിക്കാൻ പോകുന്നോടാന്നൊക്കെ പറയണം. ഓഹോ, അപ്പൊ നീ ഒരു കല്യാണ വീരനാ അല്ലേടാന്ന് പ്രകാശനോട് എസ് ഐ ചോദിക്കണം. എന്റെ സാറേ, അങ്ങനെയൊന്നും ഇല്ല. എന്റെ നിലവിലുള്ള ഭാര്യനെ ഡിവോഴ്സ് ചെയ്തിട്ടാ ഞാനിപ്പോ വേറെ വിവാഹം കഴിക്കാൻ പോണേന്ന് പറയാ. സാറേ, 10:30 എന്റെ മുഹൂർത്തമാ. ദേ എന്നെ ഒന്ന് പറഞ്ഞു വിട് സാറേ. ആ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാ. ഇപ്പൊ നിന്നെ വിടാടാ. മണ്ഡപത്തിലേക്കല്ല, നിന്നെ അഴിക്കുള്ളിലേക്ക് വിടാന്ന് പറഞ്ഞിട്ട് പ്രകാശനെ പിടിച്ച് ഒറ്റ തള്ളായിരുന്നു. പെട്ടെന്ന് പ്രകാശന് അങ്ങോട്ട് പോയി ഭിത്തിയിലടിച്ച് നിൽക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ലക്ഷ്മിയൻ പറഞ്ഞു, സാറേ, ഇങ്ങനെയൊന്നും കൊടുത്താ പോരാ. അവനെ നല്ല രീതിയിൽ തന്നെ പെരുമാറണം. അവൻ ചെയ്ത ക്രൂരത എന്താണെന്നറിയാവോ? ഇത് കേട്ടതും എസ് ഐ പറഞ്ഞു, കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വായിച്ചെന്ന് പറയണം. സ്വന്തം കുഞ്ഞിനെ, ചോരക്കുഞ്ഞിനെ ഇവനും ഇവന്റെ തള്ളയും കൂടെ കൂടിയിട്ട് ഓടെ കൊണ്ടേ എറിഞ്ഞിട്ട് പോയതാ. അങ്ങനെ ഇവനോട് വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇവനിട്ട് നല്ല പണി തന്നെ കൊടുക്കണോന്ന് പറയാണ്. ഇത് കേട്ടതും പ്രകാശന്റെ മുഖങ്ങൾ താണു. പ്രകാശൻ എന്തേലും പറയാൻ പറ്റുമോ? എസ് ഐ പറഞ്ഞു, എന്നിട്ടാണോടാ വീണ്ടും ചെറ്റ നീ ഇങ്ങനെ വീണ്ടും ഒരു കല്യാണം കഴിക്കാണ്ട് നടന്നത്? നിനക്ക് നാണം ഇല്ലോടാ ഈ വയസ്സനാം കാലത്ത് വീണ്ടും പോയി കല്യാണം കഴിക്കാണ്ടെന്നൊക്കെ ചോദിച്ചോണ്ട് എസ് ഐ പ്രകാശന്റെ കാരണം തീർത്തും കൂടെ പൊട്ടിക്കണം. പ്രകാശനാണ് എന്ത് ചെയ്യണമെന്നത്തില്ല. പ്രകാശൻ പറഞ്ഞു, സാറേ, ഇനി എന്നെ തല്ലല്ല. തല്ലിയിട്ടുണ്ട് കളിയൊക്കെ മാറുമെന്ന് പറയണ. എന്ത് സംഭവിക്കടാ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സാറേ, ഇനി തല്ലല്ലെന്ന് പറഞ്ഞാൽ തല്ലല്ലെന്ന് പറയണം. പിന്നെ തല്ലിയാ നീ എന്ത് ചെയ്യണം ചോദിച്ചിട്ട് നാളും കൂടെ ഇട്ടു കൊടുക്കുകയാണ്. പ്രകാശിന് ഇതിനേക്കാൾ ഒരു അപമാനമില്ല. അപമാനിക്കപ്പെട്ടാലും കുഴപ്പമില്ല. പക്ഷെങ്കിൽ തന്റെ കല്യാണ മുഹൂർത്തം അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ എല്ലാരും വന്നിട്ടുണ്ടായിരിക്കും. മഹാലക്ഷ്മിനെ കാർത്തികനെ കുറിച്ച് ഓർത്തപ്പോ പ്രകാശനെ നെഞ്ചു കിടുങ്ങിപ്പോയി. പിന്നീട് എസ് ഐ പറഞ്ഞു, നിന്റെ അഹങ്കാരം ഇങ്ങ് തീർത്തരാടാന്ന് പറഞ്ഞോണ്ട് ആ സെല്ലിനകത്തേക്ക് കൊണ്ടിടുവാണ്. സാറേ, എന്നെ വിട് സാറേ, എന്നെ പിടിച്ചു വെക്കലെന്നൊക്കെ പറയുന്നുണ്ട്. എവിടെന്ന്? പിന്നീട് എസ് ഐയുടെ അടുത്തേക്ക് ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു, അതെ, നല്ല രീതിയിൽ തന്നെ അവനിട്ട് കൊടുത്തേരെ. അവനെ വെറുതെ വിടില്ലെന്ന് പറയണം. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. മാഡം ധൈര്യമായിട്ട് വെക്കോളൂ. ഇവനെ പോലുള്ളവന്മാരെ കൈകാര്യം ചെയ്യാനായിട്ടല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കണേന്ന് പറയണം. ലക്ഷ്മി സന്തോഷത്തോടുകൂടി പുറത്തിറങ്ങുക. ഈ സമയം ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരവസ്ഥയില് വിക്രമും ഭാനുമതി മുത്തശ്ശി നിൽക്കുക. ബാലനും രാജപ്പണ്ണും ഒക്കെ വന്നിട്ട് ചോദിച്ചു, എന്താ എന്തായി കാണുന്നേ? അല്ല, പ്രകാശൻ എന്തിനാ പോലീസ് കൊണ്ടുപോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിക്രത്തിന് എന്തേലും മറുപടി പറയാനുണ്ടോ? വിക്രം ആകെപ്പാടെ പെട്ടു നിൽക്കണം. എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഇതേ ഈ കല്യാണം കിരണും ഒക്കെ ചേർന്ന് ചതിച്ച ചതിയാന്ന് തോന്നേ. വെറുതെ അല്ല, കല്യാണം കാണാനായിട്ട് രണ്ടുപേരും കൂടെ വന്നേ. വിക്രം പെട്ടെന്ന് കല്യാണിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഇടീന്ന് പറഞ്ഞങ്ങ് ചെന്നു. നീ എന്റെ അച്ഛനെ മനഃപൂർവ്വം പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ? കല്യാണം മുടക്കാൻ വേണ്ടി ചെയ്തല്ലെന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടൻ കിരൺ പറഞ്ഞു, നീ എന്താ വിളിച്ച എടീന്നോ? അത് വീട്ടിൽ പോയിട്ട് നിന്റെ ആരാന്നിച്ചാ വിളിക്കുക. അതെ, ഇതെന്റെ ഭാര്യ കല്യാണി. അറിയാടാ, അറിഞ്ഞോണ്ട് തന്നെ പറഞ്ഞെന്ന് പറയാണ്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ഇതൊന്നും എന്റെ അടുത്ത് വേണ്ട. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കിരൺ വിക്രത്തിന് കോളറിനോട് കയറി കുത്തിപ്പിടിക്കുകയാണ്. നിന്റെ അച്ഛന്റെ കല്യാണം മുടങ്ങിയില്ല, ഞങ്ങളുടെ മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ലടാ. നീ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുക എന്തിനു വേണ്ടിട്ടാന്ന്. എനിക്കറിയാടാ, നീയൊക്കെ കൂടി ചേർന്ന് മനഃപൂർവ്വം ഈ കല്യാണം മുടക്കാൻ വേണ്ടി ചെയ്തതല്ലേ? അത് കാണാൻ വേണ്ടിട്ടല്ലേ നീയൊക്കെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. കിരൺ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ലടാ. ഈ കല്യാണം നടക്കണം തന്നെയായിരുന്നു ആഗ്രഹം. എന്തായാലും കാണേണ്ട കാഴ്ച തന്നെ കണ്ടു. ദൈവം മുമ്പേ ഒക്കെ പിന്നെ പിന്നെയായിരുന്നു. ഇപ്പൊ ഓൺ ദ സ്പോട്ടിലാടാ കൊടുക്കണത്. മനസ്സിലായോ നിനക്ക്? നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നിനക്കും നിന്റെ അച്ഛനൊക്കെ അങ്ങനെ വീണ്ടും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാന്നോ? നിന്റെ തന്നെ എത്ര കല്യാണം കഴിഞ്ഞിടാ? നിനക്ക് വല്ല ബോധം ഉണ്ടോന്ന് ചോദിക്കുക. അതുപോലെ നിന്റെ അച്ഛനെ വേറെ എവിടെയെങ്കിലൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ അനന്തര ഫലമായിരിക്കും എന്ന് പറയാം. എടാ, അനാവശ്യം പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് വിക്രം അങ്ങോട്ട് കൈ പൊക്കുവാണ്. കിരൺ ആ കയ്യെ പിടിച്ചങ്ങ് താത്തി വെച്ചിട്ട് കാരണത്തിനോട്ട് അങ്ങ് പൊട്ടിച്ചു. ഒരക്ഷരം നീ ശബ്ദിച്ചു പോയേക്കല്ല. പറഞ്ഞു കേട്ടല്ലോ. നിന്റെ നാടകമൊക്കെ നീ എവിടെയെന്ന് വെച്ചപ്പോ കാണിച്ചോണം. എന്റെ അടുത്തേക്ക് വേണ്ടെന്ന് പറഞ്ഞോണ്ട്
കിരൺ കല്യാണ്ട് പറഞ്ഞു, കണ്ടില്ലേ കല്യാണം മുടങ്ങി കഴിയുമ്പോഴത്തേനും മോന്റെ രോഷപ്രകടനങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുക. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, എടാ നീയൊക്കെ ഇത് ചെയ്തെങ്കിൽ നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലെന്ന് പറയാ. പിടിക്കണ്ട, ഞങ്ങൾ അധികം ഞങ്ങൾക്ക് ഗുണം പിടിക്കണമെന്നില്ല, അത്യാവശ്യം ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ പോകുന്നത്, അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ പറയാം. ഭാനുമതി മുത്തശ്ശിക്ക് ഇതിൽ പരവും കിട്ടാനില്ല. പെട്ടെന്ന് രാജപ്പണൻ ബാലനോട് പറഞ്ഞു, ദേ 12 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് പ്രകാശം മേടിച്ചിരിക്കുന്നത്, അത് പോകുമോ? ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട, അതെ കാർത്തിയേച്ചി ഉണ്ട്, കാർത്തിയേച്ചി ഇങ്ങോട്ട് വരും. കാർത്തിയേച്ചി വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ അച്ഛനെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് വരും. കാർത്തിയേച്ചിക്ക് ഇതൊക്കെ പുല്ലാന്ന് പറയാണ്. ബാലണ്ണൻ പറഞ്ഞു, അതൊക്കെ വല്ല നടക്കുവോടെ? പിന്നെ നടക്കുമെന്നോ? നിങ്ങളിപ്പോൾ കണ്ടോന്ന് പറഞ്ഞിട്ട് കാർത്തികനെ ഫോൺ ചെയ്യുവാണ്. അപ്പൊ കാർത്തിക് എല്ലാം അറിയാലോ. കാർത്തികനെ ഫോൺ ചെയ്തു. കാർത്തികനെ ഫോൺ ചെയ്തിട്ട് ചേച്ചി എവിടെയാന്ന് ചോദിക്കുക. ഇനി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുക. ആ ചേച്ചി ഒരു പ്രശ്നമുണ്ട്. എന്താ കാര്യം? അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയെന്ന് പറയണേ. പോലീസുകാർ കൊണ്ടുപോയോ? എന്തിന്? അതറിയത്തില്ല, കാര്യം എന്താണെന്ന് അറിയത്തില്ലെന്ന് പറയാണ്. ആ ചേച്ചി ഒരു കാര്യം ചെയ്യുക, സ്റ്റേഷനിൽ പോയി ഒന്ന് അന്വേഷിക്കാവോ, എന്താ കാര്യം എന്ന് അന്വേഷിക്കാവോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി പറഞ്ഞു, ശരി ഞാനിപ്പോൾ തന്നെ പോവാം. അപ്പൊ കല്യാണക്കാര്യം എങ്ങനെയാ, അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാന്ന് പറഞ്ഞ് കാർത്തി ഫോൺ കട്ട് ചെയ്യണം. പിന്നീട് വിക്രം പറഞ്ഞു, കണ്ടോ നീ കല്യാണി കിരണേ, നീ ഒന്നും അങ്ങനെ സന്തോഷിക്കണ്ട. ഇപ്പൊ തന്നെ എന്റെ കാർത്തിയേച്ചി അങ്ങ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലും, അച്ഛനെ പുഷ്പം പോലെ ഇറക്കേണ്ടി വരും, കല്യാണം നടക്കുമെന്ന് പറയണം. രാജപ്പണം ചോദിച്ചു, ഞങ്ങൾ നിൽക്കണോ പോണെന്ന് ചോദിക്കണം. എന്തിനാ പോണേ? ഒരു കുറച്ച് സമയം കൊണ്ട് നിൽക്കുക, അച്ഛനെ ഇപ്പൊ തന്നെ കാർത്തിയേച്ചി ഇറക്കിക്കൊണ്ട് വരില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഇവിടെ നിൽക്കാൻ പറയാണ്. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ. അപ്പം കൂടേണ്ട റഹീം ചോദിച്ചു, അല്ല വലിയ 3 സ്റ്റാർ റെസ്റ്റോറൻറ്റല്ലേ, ആൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോണ്ടാ ഇത്ര നേരത്തെ തന്നെ ഞങ്ങൾ വന്നേന്ന് പറയാണ്. എന്താണോ അതൊക്കെ ഉണ്ടാവുമെന്ന് പറയാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞോണ്ട് വിക്രം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും അവന്റെ നെഞ്ചിനകത്തൊരു തീ ഉണ്ടായിരുന്നു. അച്ഛനിട്ട് പണി കിട്ടിയതാണോ, ഇനി ആരെങ്കിലും മനഃപൂർവ്വം പണി കൊടുത്താണോ എന്ന് അറിയത്തില്ലോ. ഇനിയിപ്പോ വേറെ ആരെങ്കിലും ആണോ പണി കൊടുത്തേ? ആ ചന്ദ്രസേന മറ്റോ ആണോ? ഓർത്തിട്ടൊരു എത്തും പിടിയും കിട്ടില്ല വിക്രം. സമനില തെറ്റുന്ന പോലെ തോന്നി. ആ സമയത്ത് കാർത്തിക് എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ലാത്ത മറ്റു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് ലക്ഷ്മിയമ്മ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ലക്ഷ്മിയമ്മേനെ കണ്ടതെന്ന് ചോദിച്ചു, എങ്ങനെയായമ്മേ കാര്യങ്ങളൊക്കെ? എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് മോളെ, ഇനി അവന്റെ കാര്യത്തിലൊരു തീരുമാനമാവെന്ന് പറയണം. പ്രകാശിന്റെ കാര്യത്തില് എല്ലാം പറഞ്ഞിട്ടില്ല, എസ് ഐയുടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇനി വേണ്ടതുപോലെ എസ് ഐ കൈകാര്യം ചെയ്തോളൂന്ന് പറയാം. അല്ല ഞാൻ ചെന്നിട്ട് എന്റെ പ്രകടനം അങ്ങോട്ട് കാഴ്ചവെക്കട്ടെ അമ്മയെന്ന് പറയാണ്. ഇനി എനിക്കുള്ള ഊഴമല്ലേ വരാൻ പോകുന്നത്, ഞാൻ നന്നായിട്ട് അങ്ങോട്ട് കിടന്ന് ഒന്ന് അഭിനയിക്കട്ടെ എന്ന് പറയാം. ശരി ശരി മോള് കയറി ചെല്ലാൻ പറയണം. അങ്ങനെ കാർത്തിക അകത്തേക്ക് വരുക. കാർത്തിക അകത്തേക്ക് വന്നപ്പോഴത്തേനും പ്രകാശന് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രകാശം, എന്താടാ എന്റെ മോള് വന്നു, ഇനി അധികം വയ്യാൻ നിന്റെ തൊപ്പി തെറിക്കും കണ്ടു എന്ന് പറയണം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുകൂടെ ദേഷ്യം വന്നു എസ് ഐക്ക്. എടാ നിനക്ക് കിട്ടിയതൊന്നും പോരേന്ന് ചോദിക്കുക, ഇത് ബാക്കി ഞാൻ പിന്നെ തരാന്ന് പറയണം. അപ്പൊ തന്നെ കാർത്തി വന്നിട്ട് എസ് ഐ ചോദിച്ചു, എന്താ സാറേ കാര്യം? അത് എന്റെ അച്ഛനാന്ന് പറയണം. അച്ഛനോ? അല്ല എനിക്ക് അച്ഛനെ പോലെ ആന്ന് പറയണം. അച്ഛനെ പോലെ അങ്ങനെയാന്നല്ലേ ഉള്ളൂ, സ്വന്തം അച്ഛനൊന്നും അല്ലല്ലോ. അത് പിന്നെ ഞങ്ങള് അങ്ങനെയാന്നൊക്കെ പറയുവാണ്. നിങ്ങൾ എങ്ങനെയാണല്ലോ എനിക്ക് എന്താ കുഴപ്പം? നിങ്ങൾ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അത് പിന്നെ എൻ്റെ അമ്മയുമായിട്ടുള്ള കല്യാണമായിരുന്നു ഇന്ന്, പത്തരയ്ക്കുള്ള മുഹൂർത്തം നടത്താൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. ആ സമയത്താണ് അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞത്. അപ്പൊ അത് എന്താന്ന് അറിയാൻ വേണ്ടി അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതെന്ന് പറയണം. ഇതേടെ പ്രകാശം പറഞ്ഞു, മോളെ അങ്ങനെ പറഞ്ഞു കൊടുക്കുക, അത് എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകാൻ രക്ഷിക്കാൻ പറയാണ്. കാർത്തി പറഞ്ഞു, ഞാനൊന്ന് ചോദിക്കട്ടെ, സാറിനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറയാണ്. പിന്നീട് എസ് ഐ അടിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ എസ് ഐ പറഞ്ഞതേ, ഇയാളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഇയാള് വേറൊരു ഭാര്യയുണ്ട്, ആദ്യ ഭാര്യയുണ്ട്, അതിനകത്തൊരു മകളും ഉണ്ടെന്ന് പറയണേ. ആദ്യ ഭാര്യ? അങ്ങനെയൊന്നും ഇല്ല, എന്റെ അച്ഛൻ അത്രക്കാരനൊന്നും അല്ലെന്ന് പറയണം. ഇത് പ്രകാശിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തറിയാം? ഇതേ നിങ്ങളുടെ അമ്മേനെ 3ാമത്തെ വിവാഹം ഇയാൾ കഴിക്കാൻ പോണെന്ന് പറയാ. ഇല്ല ഇതിനു മുമ്പുള്ള കല്യാണം ഡിവോഴ്സ് ചെയ്താണല്ലോ എന്ന് പറയാണ്. അതൊന്നും അല്ല സത്യം എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് കാർത്തിക പെട്ടെന്ന് പ്രകാശിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അച്ഛ സത്യമാണ് പറയണെന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ മോളെ ഞാൻ അല്ല അച്ഛന് ദീപാന്റി മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരുമായിട്ടെങ്കിലും അച്ഛന് വിവാഹം നടന്നിട്ടുണ്ടെന്ന് ചോദിക്കും. അത് പിന്നെ മോളെ ഞാൻ എന്താ അച്ഛൻ എന്താ മടിക്കണെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് എസ് ഐ പറഞ്ഞു, നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യമാണ്, നിങ്ങളെ ഇയാൾ പറഞ്ഞു പറ്റിക്കുമായിരുന്നു പറയണം. ഇത് കേട്ട് ഞാൻ പ്രകാശിന്റെ മുഖം കുനിഞ്ഞു പോയി. എന്തേലും പറയാൻ പറ്റുമോ? വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കണേ. പിന്നീട് കാർത്തിക എസിനെയും കൂടെ വിളിച്ച് മാറ്റിയെടുത്തിട്ട് പറഞ്ഞു, അതെ വേണ്ട പോലെ തന്നെ നന്നായിട്ട് അങ്ങോട്ട് കൈകാര്യം ചെയ്തോ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ വന്നിട്ട് പോയ ലക്ഷ്മിയമ്മയില്ലേ, ആ ലക്ഷ്മിയമ്മയുടെ മോള് തന്നെയാണ് ഞാൻ, ഇയാളുടെ യഥാർത്ഥ മോളാ. ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങളൊരു പണി കൊടുക്കാൻ വേണ്ടി വന്നാ, അതുകൊണ്ട് സാറിന് ഇഷ്ടം പോലെ സാർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അമ്മ സാറിനെ വേണ്ട പോലെ തന്നെ നോക്കിക്കോളൂ എന്ന് പറയണം. വേണ്ട കാര്യങ്ങളൊക്കെ സാറിന് ചെയ്തു വരുമെന്നുള്ളത് പറയണം. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എസ് ഐക്ക് വല്ലതും ചെയ്യേണ്ടതുണ്ടോ? അത് മാത്രമല്ല നല്ല ഒന്നാമത്തെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്.
ഇവർക്കാണെങ്കിൽ ഒരു കുടുംബ വക്കീലും കൂടെ ഉണ്ടല്ലോ. പിന്നീട് കാർത്തിക ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി പ്രകാശിന്റെ അടുത്തേക്കില്ല. എന്നിട്ട് പറഞ്ഞു, അതെ അച്ഛാ, ഇങ്ങനെ ഒരു കാര്യം അച്ഛനും എന്നോട് തുറന്നു പറഞ്ഞില്ലായിരുന്നല്ലോ. മുമ്പ് പറയുമായിരുന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ദേ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ അവിടുന്ന് പരാതി കൊടുത്തിരിക്കുന്നത്. അവ സ്ട്രോങ് ആയിട്ട് പരാതി കൊടുത്തിരിക്കുന്ന. ഇവര് പറയുന്ന ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ. അല്ല മോളെ, നിനക്ക് പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദേ എന്ത് ചെയ്യാൻ പറ്റുമോ വെച്ചാ, ഈ കാര്യങ്ങൾ അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മ അറിഞ്ഞിട്ടുണ്ടെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ. അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം. മോളെ ഞാനത് പിന്നെ ഞാൻ ഇനി അച്ഛനൊന്നും പറയണ്ട. എന്നാലും ഈ ചതി വേണ്ടായിരുന്നു കേട്ടോ. ഇത്രയും വലിയ ചതി ഞങ്ങളോട് ചെയ്യുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അച്ഛനെന്നാലും ഇത്തരക്കാരനായി പോയല്ലോ. ഒരു വാക്കെങ്കിലും പറയായിരുന്നു അച്ഛന് വേറെ ഭാര്യയും ഒരു കുട്ടിയൊക്കെ ഉണ്ടെന്ന്. എന്നിട്ട് അച്ഛൻ ചതിയല്ലേ ചെയ്തതെന്ന് ചോദിക്കാം. മോളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക. ഒരു കാരണവശാലും മോളുടെ അമ്മ ഇത് അറിയാൻ പാടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെയാ? കല്യാണത്തിന് മുഹൂർത്തമായി, അമ്മ അവിടെ ഒരുങ്ങിയിരിക്കുക അറിയാവോ. എന്ത് പ്രതീക്ഷയോടുകൂടിയാ അമ്മ കാത്തിരിക്കുന്ന അറിയാവോ അച്ഛനെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇന്ന് നിങ്ങളുടെ രണ്ടുപേരുടെ ആദ്യത്തെ ദിവസമല്ലേ. ആ ഒരു പ്രതീക്ഷയോടെ അമ്മ കാത്തിരിക്കുന്നത്. അമ്മയുടെ അടുത്ത് എന്നിട്ട് ഞാൻ എങ്ങനെ അച്ഛൻ പറയണേ ഇനിയിപ്പം കല്യാണം നടക്കത്തില്ല, അച്ഛൻ ഇങ്ങനെ ഒരു കേസുകെട്ടൊക്കെ ഉണ്ടായിരുന്നെന്ന്. അച്ഛൻ ചെയ്ത് ഒരിക്കലും ശരിയായിട്ടില്ലെന്ന് പറയാം. മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറയണം, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തി അങ്ങോട്ട് പോവാണ്. ഈ സമയം SI അകത്തേക്ക് എറിച്ചെന്നു. നീ എന്താടാ പറഞ്ഞേ? നിന്നെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ ആള് വരുന്നു, എന്നിട്ട് രക്ഷിച്ചോടാ. അവരെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലടാന്ന് പറയണം. സാറ് നോക്കിയോ, ദേ എന്റെ മോൾ എങ്ങനെയാണല്ലോ എന്നെ ഇവിടുന്ന് രക്ഷിക്കൂന്ന് പറയണം. ഒന്ന് രക്ഷിച്ച് കാണണം. നീ അവിടെ കിടക്കടാ, നീ പെട്ടെന്നൊന്നും അങ്ങനെ പുറത്തിറങ്ങണ്ട, അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി നീ സൂഹിക്കണ്ടെന്നൊക്കെ പറയണം. പ്രകാശൻ എന്ത് ചെയ്യണം നടത്തില്ല. വല്ലാത്തൊരവസ്ഥയായി. പിന്നീട് കാർത്തിയെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ലക്ഷ്മിയമ്മയുടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്തായി മോളെ കാര്യങ്ങളൊക്കെ? എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് അമ്മേ, നമ്മുടെ ഭാഗം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അങ്ങേര് അവിടെ കിടക്കട്ടെ. അങ്ങേര് ഇപ്പൊ ഒന്നും സത്യങ്ങൾ അറിയണ്ട. ദേ അമ്മയെ എന്റെ അമ്മയെന്നുള്ള കാര്യം കല്യാണം മുടങ്ങിയെന്ന് മാത്രമേ അയാൾക്ക് അറിയത്തുള്ളൂ. അത് കൂടുതലൊന്നും അയാൾക്ക് അറിയത്തില്ല. പക്ഷെ അയാളുടെ കള്ളത്തരം അതിപ്പോ വിക്രത്തിനോട് വിളിച്ചു പറയണല്ലോ. എന്താ സംഭവിച്ചേ, കല്യാണം നടക്കില്ല എന്നൊക്കെയുള്ള കാര്യം കൂടെ പറയേണ്ടെന്ന് ചോദിക്കും. മോള് വിളിച്ചു പറ, ദേ ഞാൻ പോയേക്കാം, ഇനിയിപ്പോ എങ്ങാനും അവരിങ്ങോട്ടേനും വരുവാണെങ്കിലോ. ശരിയെന്ന് പറയാണ്. പിന്നീട് ലക്ഷ്മിയമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ കാർത്തിക വിക്രത്തിനെ വിളിക്കുകയാണ്. എന്താ ചേച്ചി, എന്തായ കാര്യങ്ങളൊക്കെ? ഇപ്പൊ തന്നെ അച്ഛൻ വരുവോ, അച്ഛനെ വിട്ടയച്ചോന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കാർത്തിക പറഞ്ഞു, ഇല്ല വിക്രം, അതൊരു പ്രശ്നമുണ്ട്. എന്താ? അതെ, അച്ഛനെ ഇവിടെ പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. അച്ഛന് വേറൊരു ഭാര്യയും ഒരു കുഞ്ഞുണ്ടായിരുന്നേ. എന്തൊക്കെയാ ചേച്ചി പറയണെന്ന് ചോദിക്കുക. സത്യാ ഞാൻ പറയണ. അതുകൊണ്ട് ആ സ്ത്രീ ഇവിടെ വന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അത് അച്ഛൻ സംഭവിച്ചു, അത് അവരുടെ ആദ്യ ഭാര്യയായിരുന്നു. അതായത് കല്യാണിന്റെ വിക്രത്തിന്റെ അമ്മേനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അച്ഛന് വേറൊരു ഭാര്യ, അതിനകത്ത് ഒരു പെൺകുഞ്ഞും ഉണ്ടായിരുന്നു. വിക്രത്തിലൊരു ഞെട്ടല ഉണ്ടായത്. എന്റെ ഭഗവാൻ, ഇത് എന്തൊക്കെയാ എനിക്ക് കിടക്കണമെന്ന് ചോദിക്കുക. അതുകൊണ്ട് അങ്ങനെ വിടാൻ പറ്റില്ല. അപ്പം വേറെ കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞാൽ അവർ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തിരിക്കുക. അതുകൊണ്ട് ഇന്ന് കല്യാണമൊന്നും നടക്കുമെന്ന് തോന്നില്ല. ഞാനിത് എങ്ങനെ എന്റെ അമ്മയോട് പറയുന്നു പോലും അറിയത്തില്ല. ഇനി നിങ്ങൾ അവിടെ ആരും നിൽക്കണ്ട, നിന്നിട്ടൊരു കാര്യമില്ലെന്ന് പറയാണ്. പ്രകാശിനെ കുറിച്ചുള്ള ഈ സത്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് സമനില തെറ്റിപ്പോയി. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ കാർത്തിക കോള് കട്ടി വേണം. ഭാനുമതി മുത്തശ്ശി ചോദിച്ചു, എന്താടാ വിക്രം, നിന്റെ മുഖം എന്താ വല്ലാത്ത? പ്രകാശം വരത്തില്ലേ എന്ന് ചോദിക്കണം. ഒന്നും പറയണ്ട മുത്തശ്ശി, എന്താ ആകെപ്പാടെ പ്രശ്നമായിക്കുക. അച്ഛനെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുന്ന. അച്ഛന് വേറെ ഒരു ഭാര്യയും മകളും ഉണ്ടെന്ന് ഏതോ ഒരു സ്ത്രീ പോയി കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു. എനിക്ക് തോന്നി ഇത് വ്യാജ പരാതിയാന്ന് തോന്നേ, സത്യമൊന്നും ആയിരിക്കില്ലെന്ന് പറയാണ്. ഇതിടം ബാലണം പറഞ്ഞു, ഇനിയും പ്രകാശിന് ഭാര്യയോ? രാജപ്പണ്ണം പറഞ്ഞു, അവനാള് കൊള്ളാലോ, അപ്പൊ അവന്റെ കല്യാണ വീരനല്ലേന്ന് ചോദിക്കാണ്. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, പിന്നെ എന്റെ മോൻ അത്രക്കാരൊന്നും അല്ലെന്ന് പറയാണ്. എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം. അപ്പോഴാണ് രാഹുൽ അങ്ങോട്ട് വരുന്നത്. കാരണം കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, രാഹുൽ കല്യാണം അങ്ങോട്ട് വരുവാണ്. രാഹുൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇതറിഞ്ഞപ്പോ രാഹുലിന് സന്തോഷമായി. പ്രകാശിന് ഇത്ര അഹങ്കാരം കൂടുതലുണ്ടായിരുന്നു. അവന്റെ അഹങ്കാരത്തിന് അവൻ നല്ല പണി തന്നെ കിട്ടിയിരിക്കുന്നത്. ഇത് തന്നെ അവന് കിട്ടണം എന്നൊരു ചിന്ത രാഹുലിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, വാടാ മോനെ, നമുക്ക് അവനെ പോയി കാണാന്ന് പറയാണ്. അങ്ങനെ വിക്രത്തിനെയും കൂട്ടി അങ്ങോട്ട് പോവാണ്. ഈ സമയം കിരണും കല്യാണിയൊക്കെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദീപേച്ചി എന്തായി കാര്യങ്ങളൊക്കെ? എല്ലാ കാര്യങ്ങളും ഓക്കെ. ഇതേ ഇപ്പൊ പ്രകാശൻ എന്ന് പറയുന്ന ദുഷ്ടന് ജയിലിനുള്ളിൽ കിടക്കുവാന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് ഒന്ന് ബൈജു പറഞ്ഞു, ആഹാ, മണിയറെ കിടക്കേണ്ട ആളിപ്പോ അങ്ങനെ തടവറയിൽ കിടക്കുമല്ലേന്ന് ചോദിക്കാണ്. അല്ല പിന്നെ ആ കാഴ്ച ഒന്ന് കാണാൻ നമുക്ക് പോയാലോ ദീപേച്ചെന്ന് ചോദിക്കാണ്. ദീപ പറഞ്ഞു, പോണം, അയാളെ പോയി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എന്നെ കുറെ വെല്ലുവിളിച്ച പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ കിടക്കുന്ന ആ ഒരു കാഴ്ച അതെനിക്കൊന്ന് കാണണം എന്ന് പറയാണ്. കിരണും കല്യാണം പറഞ്ഞു, അത് ശരിയാ, അമ്മേനെ ഇത്ര നാണം കെടുത്തിയതല്ലേ. അത് മാത്രല്ല ആ വിക്രം എന്തൊക്കെ വൃത്തിയുടെ അമ്മേനെ കുറിച്ച് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അവനിട്ട് തിരിച്ചടി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാന്ന് പറയണം. നമ്മളായിട്ട് എന്തിനാ, വാമേ അമ്മേനെ ഞങ്ങൾ കൊണ്ടാന്ന് പറയാണ്. അങ്ങനെ ദീപേനയും കൊണ്ട് അവരും കൂടെ പോകുന്നുണ്ട്. ഒന്ന് കാണണമല്ലോ, ജയിലിൽ കിടക്കുന്ന ആ കാഴ്ചയൊന്ന് കാണുമല്ലോ. വിക്രത്തിനെ ഒന്ന് വെല്ലുവിളിക്കുകയും ചെയ്യണം. അവൻ വലിയ ആള് വിളിക്കുകയും ചെയ്തല്ലേ.
ആ സമയം രാഹുൽ വീട്ടിലേക്ക് ചെല്ലുവാണ്. രാഹുൽ എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് വന്ന് സാരി ചോദിച്ചു, അല്ല അച്ഛൻ കല്യാണത്തിനാണെന്ന് പറഞ്ഞു പോയിട്ട് അച്ഛൻ എന്താ ഇത്ര പെട്ടെന്ന് തിരികെ വന്നേന്ന് ചോദിക്കും. അതിന് കല്യാണമൊന്നും നടന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ടോന്ന് ചാരി ചോദിച്ചു, കല്യാണം നടന്നില്ലേ? കല്യാണവും നടന്നില്ല, അതെന്താ കാര്യം? അത് പിന്നെ അവന് വേറെ ഏതോ ഒരു ഭാര്യയും മകളും ഉണ്ടായിരുന്നു. വേറെ ഭാര്യയും മകളോ? അതെ, അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് കല്യാണം കഴിക്കാൻ വന്നത്. അപ്പൊ അയാളുടെ ഭാര്യ കൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സരിയു പറഞ്ഞു, ആഹാ അയാളെ കൊള്ളാലോ എന്ന് പറയണം. അപ്പത്തേനും മനോഹറും അങ്ങോട്ട് വന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പം മനോഹറും ഞെട്ടി. സരിയു പറഞ്ഞു, എന്നാലും അയാൾ കൊള്ളാട്ടോ, ഇതെല്ലാം മറച്ചു വെച്ചിട്ടല്ലേ, ഞാനൊക്കെ ആയിരിക്കണം അയാളെ ഞാൻ വെറുതെ വിടത്തില്ല, വെട്ടി തുണ്ടം തുണ്ടം ആ കളയെന്ന് പറയണം. ഇത് കേട്ടത് മനോഹറിലൊരു ഞെട്ടലുണ്ടായി. താൻ ഇവളെ ചതിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഇവള് സഹിക്കുവോ? പെട്ടെന്ന് തന്നെ ചാരി പറഞ്ഞു, ഇങ്ങനെ ചിലതങ്ങളുണ്ട്, വേറെ ഭാര്യയും മകളും അല്ല ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേങ്കിൽ ഭാര്യമാരെ ഇപ്പോഴും വഞ്ചിച്ചോണ്ടിരിക്കുന്ന ചിലതങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടോ കള്ളത്തരങ്ങളൊന്നും ആർക്കും അറിയത്തില്ലെന്നൊക്കെ ഓർത്ത് മറച്ചു പിടിച്ചോണ്ടിരിക്കുമെന്ന് പറയണം. രാഹുലിനും ഉദ്ദേശമാണെന്ന് പറഞ്ഞേ. രാഹുലും എടുത്തു, നീ എന്തിനാ ശരി ഇതൊക്കെ ഇപ്പൊ പറയണെന്ന് ചോദിക്കും. അല്ല ഞാൻ പറഞ്ഞ ആ പ്രകാശന്റെ കള്ളത്തരം പുറത്തു വന്നില്ലേ, ഇതാ പറഞ്ഞേ, എത്ര കാലം സത്യം മൂടി വെച്ചാലും അത് എപ്പോഴും ഒരു കാലത്ത് പുറത്തു വരുമെന്ന്. എല്ലാവരുടെയും കാര്യങ്ങളും എങ്ങനെയാന്ന് പറയാണ്. മനോഹർ പറഞ്ഞു, അതെന്താ ആന്റി ഇങ്ങനെയൊക്കെ പറയണേ? അല്ല മോനെ, ഞാൻ പൊതുവായിട്ടൊരു തത്വം പറഞ്ഞ ശരിയല്ലേ എന്ന് ചോദിക്കും. ആ പ്രകാശൻ ഇത്രയും കാലം എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ചില്ലേ, അവന്റെ അഹങ്കാരം എന്തായിരുന്നു? ഇവിടെയൊക്കെ ഒന്ന് കല്യാണം വിളിച്ചപ്പോഴ എന്താണല്ലോ അവനിട്ട് നല്ല പണി തന്നെ കിട്ടിയിരിക്കുന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സരിയു പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. ആ സമയം കിരണും കല്യാണും ദീപയൊക്കെ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ജയിലഴികൾക്കുള്ളിൽ കിടക്കുന്ന പ്രകാശിനെ കാണുന്നേ. പ്രകാശിന്റെ ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരണും കല്യാണിക്ക് സത്യം ചിരിയാണ് വന്നത്. അങ്ങനെ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ ആകെപ്പാടെ ഒരു വല്ലായ്മയോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പത്തേനുമാണ് വിക്രമും ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് വരുന്നേ. ഇവരകത്ത് നിൽക്കുന്നത് കണ്ട് ഇവരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി മുത്തശ്ശിയൊക്കെ ആകെപ്പാടെ സമനില തെറ്റിയവലായിപ്പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഇവരിങ്ങോട്ട് വരുമെന്നൊക്കെ. അവസാനം നാണം കെട്ട് തല കുണിച്ച് പ്രകാശിന്റെ അടുത്തേക്ക് പ്രകാശനെ കാണാനായിട്ട് അവരും കൂടി ചെല്ലുവാണ്. അങ്ങനെ അവിടെ വെച്ച് കുറെ വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് കിരണയും കല്യാണിയൊക്കെ. പക്ഷെ പ്രകാശന് ആകെപ്പാടെ അടിമുടില് തകർന്നു പോയി. ഇത്രയും ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.